കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം സംസ്ഥാനത്ത് ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തീരദേശ പോലീസിൽ ആധുനീകരണം നടപ്പിലാക്കും. കാലാവസ്ഥാ പ്രവചനം കൃത്യതയോടെയെന്ന് ഉറപ്പാക്കുന്ന സംവിധാനം വികസിപ്പിക്കും. കടൽഭിത്തി നിർമ്മാണം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം സംസ്ഥാനത്ത് ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കടലിൽ കാണാതായ നീണ്ടകര പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മന്ത്രി ഷിബു ബേബി ജോണുമൊത്ത് സന്ദർശിച്ച കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത സർവ്വ സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചുള്ള തെരച്ചിലാണ് തുടരുന്നത്. പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് ശ്രമങ്ങൾ നടത്തുകയാണ്. കാലാവസ്ഥാ പ്രവചനം കൃത്യതയോടെ ഉറപ്പാക്കുന്ന രാജ്യത്തിനു തന്നെ മാതൃകയാകുന്ന സംവിധാനം വികസിപ്പിക്കും. പുതിയ സംവിധാനത്തിൽ പ്രാദേശിക അറിവുകൾ കൂടി ഉൾപ്പെടുത്തും. ഇതിനായി മത്സ്യത്തൊഴിലാളികളുടെ പ്രാതിനിധ്യവും ഉറപ്പാക്കും. തീരദേശ പോലീസിന്റെ സന്നാഹങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനീകരണം ഉൾപ്പെടെ നടപ്പാക്കും. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലിനായി കടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ എല്ലാം സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. കടൽഭിത്തി നിർമ്മാണം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ ചെയ്തത് അവരെ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആള് നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ട് തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് നടക്കാറുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പുഴയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടു. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ രണ്ട് സ്ഥലത്തും പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടത്തിയാണ്. പക്ഷെ ഇതുവരെ ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രത്യേകമായ ഒരു സംവിധാനം. ദുരന്തമുഖത്ത് തുടക്കം മുതൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ ക്രിയാത്മക ഇടപെടലാണുള്ളത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ തെരച്ചിൽ പുരോഗതി വിലയിരുത്തും വിധമായിരുന്നു പ്രവർത്തനം. തലസ്ഥാനത്ത് നടന്ന അപകടങ്ങളിലും ഇതേ സമീപനമായിരുന്നു മന്ത്രിയുടേതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെളുപ്പാങ്കാലത്ത് ആദ്യം എത്തിയത് മന്ത്രി ഷിബു ബേബി ജോണാണ്. അപ്പം മുതലുള്ള ആ തെരച്ചിൽ ആരംഭിച്ചതാണ്. പല രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചതാണ്. നേവിയുടെ ഇത് വരാൻ വേണ്ടിയിട്ടാണ്, കാലാവസ്ഥയുടെ ഇതും കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അത് പരിശോധന പൂർത്തിയാക്കാതെ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വന്നത്. കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥയിൽ, കാരണം ഈ പോയവർ കൂടി ഈ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഈ നെറ്റിൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ള അവസ്ഥ പോയവർ കൂടി സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു തിരിച്ചു പോന്നിട്ടുള്ളത്. അല്ലാതെ ഘട്ടത്തിലും അതിനെ നിസ്സാരമാക്കി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും നടത്താത്ത തരത്തിലുള്ള തെരച്ചിലാണ് ഇത്രയും ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശിവലാൽ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.